ശബരി ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ പാഥേയം ചാരിറ്റി കൂട്ടായ്മ താലൂക്ക് ആശുപത്രിയിലെ കിടപ്പ് രോഗികൾക്ക് കിറ്റുകൾ സമ്മാനിച്ചു. പള്ളിക്കുറുപ്പ് ശബരി ഹയർ സെക്കൻഡറി സ്കൂളിലെ പാഥേയം ചാരിറ്റി കൂട്ടായ്മ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലെ കിടപ്പ് രോഗികൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ അടങ്ങിയ കിറ്റുകൾ നൽകി. കിറ്റുകളുടെ വിതരണോദ്ഘാടനം മണ്ണാർക്കാട് നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ നിർവഹിച്ചു. ഇവിടെ പല ആളുകളും ഭക്ഷണ വിതരണങ്ങൾ നടത്താറുണ്ട്. അത് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ രീതിയിൽ കുട്ടികളിൽ നിന്നും കളക്ട് ചെയ്ത നിത്യോപയോഗ സാധനങ്ങൾ അവരുടെ കൈകൾ കൊണ്ട് തന്നെ കിറ്റാക്കി കുട്ടികൾക്ക് ആളുകൾക്ക് നൽകുമ്പോൾ അതൊരു വലിയ സന്ദേശമാണ്. ഇത് പുതിയ ഒരു തലമുറ വളർന്നു വരുമ്പോൾ അവരെ സമൂഹത്തിൽ വിഷമതകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാരുണ്യ പ്രവർത്തനത്തിലൂടെ മാതൃകാപരമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്നുള്ള പ്രവർത്തനമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കാരണം നമുക്കറിയാം, ഇന്ന് ആളുകളൊക്കെ വലിയ സ്വാർത്ഥത നമ്മുടെ സമൂഹത്തിലൊക്കെ കാണുന്നൊരു കാലഘട്ടത്തിൽ അന്യൻ്റെ മറ്റുള്ളവൻ്റെ തൻ്റെ സഹജീവിയുടെ ബുദ്ധിമുട്ടുകളും വിഷമതകളും മനസ്സിലാക്കാനും അതിനനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനും വളർന്നു വരുമ്പോൾ തങ്ങൾക്ക് ലഭിച്ച ഇത്തരം പ്രവർത്തനങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇന്ന് പല രീതിയിൽ ഇവിടെ സാറ് സൂചിപ്പിച്ചതുപോലെ വൃദ്ധസദനങ്ങൾ അടച്ചുപൂട്ടണം എന്ന് പറയുന്ന ഒരാളാണ്. ഒരിക്കലും വൃദ്ധസദനത്തെ പ്രോത്സാഹിപ്പിക്കരുത്. നമ്മളാക്കിയ മാതാപിതാക്കളെ ആരോരുമില്ലാത്ത അല്ലെങ്കിൽ ഒരു ആശ്രയത്തിലേക്ക് തള്ളിവിടുന്ന ഒരു ജനതയല്ല നമുക്ക് വേണ്ടത്. അവരാണ് നമ്മളാക്കിയത്. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് എങ്ങനെയാണോ ബാല്യത്തിൽ നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് നമ്മുടെ രക്ഷിതാക്കൾ നടന്നത്, അതുപോലെ തിരിച്ച് അവരുടെ വാർദ്ധക്യത്തിൽ അവരുടെ കൈ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മക്കളായിക്കൊണ്ട് ഒരു സമൂഹത്തിൽ വളർന്നു വന്നു കഴിഞ്ഞാൽ ആർക്കും ഒരു വിഷമതയും ഉണ്ടാവില്ല. കാരണം തന്നെ ലാളിച്ചും കൊഞ്ചിച്ചും വളർത്തുന്ന രക്ഷിതാക്കളെ മറ്റൊരു മുറിയുടെ 4 ചുവരുകൾക്കുള്ളിലേക്ക് തള്ളിവിടുമ്പോൾ അവരനുഭവിക്കുന്ന വേദന എൻ്റെ പ്രിയപ്പെട്ടവർ ആലോചിക്കും. പക്ഷേ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇത് കാണാറുണ്ട്. കാരണം അങ്ങനെ സംഭവിച്ച അല്ലെങ്കിൽ മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് തള്ളിവിട്ട് കഴിഞ്ഞാൽ നാളെ തിരിച്ച് നമ്മുടെ മക്കൾ നമ്മളവിടേക്ക് തള്ളിവിടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത് എത്രയോ അനുഭവങ്ങളുള്ളതാണ്. അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. സ്കൂൾ PTA പ്രസിഡന്റ് നസറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ശബരി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാനാധ്യാപകൻ കെ രാമകൃഷ്ണൻ പാഥേയം പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. സാമൂഹ്യജീവിയായി നമ്മുടെ മക്കൾ വളരണം എന്നതിന്റെ താല്പര്യത്തിനനുസരിച്ചാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു പരിപാടി ആരംഭിച്ചത്. കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങളിൽ ജില്ലയിലെ ഏറ്റവും മികച്ച സാമൂഹ്യ ഇടപെടലുകൾ നടത്തിയ സ്കൂളിലുള്ള ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാരം പള്ളിക്കുറുപ്പ് ഹൈസ്കൂൾ നേടുകയുണ്ടായി. ഈ വർഷവും വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ നേതൃത്വം നൽകി വരികയാണ്. കഴിഞ്ഞ ദിവസം ഇതേപോലുള്ള കിറ്റുകളുമായി അവശ്യ വസ്തുക്കളുള്ള നിത്യോപയോഗ സാധനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. സാധാരണ ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ ഇത്തരം സംഘടനകൾ കൊടുക്കുന്നത് ഭക്ഷണ സാധനങ്ങൾ, ഭക്ഷണമാണ്, പാചകം ചെയ്ത ഭക്ഷണമാണ്. നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും അവർക്ക് ആവശ്യമുള്ള വസ്തുക്കളാണ് കൊടുക്കുന്നത്. സോപ്പ്, ബാത്ത് സോപ്പുകൾ, അതുപോലെ തന്നെ പേസ്റ്റ്, ബ്രഷ് തുടങ്ങി ഏറ്റവും നിത്യോപയോഗ സാധനങ്ങളാണ് നമ്മൾ ഈ ആളുകൾക്ക് കൊടുക്കുന്നത്. ജില്ലാ ഹോസ്പിറ്റലിൽ നമ്മൾ പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിൽ കിടപ്പ് രോഗികളായ മുഴുവൻ ആളുകൾക്കും ഏകദേശം 200-ലധികം ആളുകൾക്ക് നമ്മൾ ഇതുപോലുള്ള കിറ്റുകൾ നൽകുകയുണ്ടായി. തുടർന്ന് മലമ്പുഴയിലുള്ള കൃപാസദൻ വൃദ്ധസദനത്തിൽ നമ്മുടെ കുട്ടികൾക്ക് അവിടെയും നിരവധി സാധനങ്ങളും നൽകുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ആകാശപ്പറവ, നമ്മുടെ കരകുശി പഞ്ചായത്തിലുള്ള ആകാശപ്പറവ സന്ദർശിക്കുകയുണ്ടായി. ആകാശപ്പറവയിലെ എത്തിയ ഈ ടീമിന് ഏറെ വൈകാരികമായ കാര്യങ്ങളാണ് കാണുന്നത്. ആളുകളെല്ലാം, കുട്ടികളും പങ്കെടുത്ത അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ അവരുടെ അവസ്ഥ കണ്ടപ്പോൾ കരഞ്ഞു പോകുന്ന സാഹചര്യമുണ്ടായി. നമ്മുടെ മക്കൾ ഒരിക്കലും അവരുടെ രക്ഷിതാക്കളെ, അവരുടെ വീടുകളിൽ നിന്നുള്ള ആളുകളെ ഇത്തരം വൃദ്ധസദനങ്ങളിലേക്കൊന്നും ഒരിക്കലും പറഞ്ഞയക്കുകയില്ല എന്ന് ഈ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും
അവർ ഉറപ്പിക്കുന്നുണ്ട്. പാതയം ചാരിറ്റി കൂട്ടായ്മയിൽ ഏകദേശം 150ഓളം കുട്ടികൾ ഉണ്ട്. സ്കൂളിലെ മുഴുവൻ കുട്ടികളും ഇതിൻ്റെ ഭാഗമാണ്. ഡയറക്റ്റ് മെമ്പർമാരാണ് 150ലധികം കുട്ടികൾ. അതിലെ കുട്ടികളെ തന്നെ ചെറിയ ചെറിയ ടീമുകളായിട്ടാണ് നമ്മൾ ഇത്തരം പരിപാടികൾ പങ്കെടുപ്പിക്കുന്നത്. ഇന്ന് വന്ന കുട്ടികളല്ല കഴിഞ്ഞ ദിവസം ആകാശപ്പറവിൽ പോയത്, ആകാശപ്പറവിൽ പോയ കുട്ടികളല്ല കൃപാസദനത്തിൽ പോയത്, കൃപാസദനത്തിൽ പോയ കുട്ടികളല്ല ജില്ലാ ഹോസ്പിറ്റലിൽ പോയത്. ഇനി നമ്മൾ ഇതുപോലുള്ള മറ്റ് സ്ഥലങ്ങളിലും ഇതുപോലെ പോകുന്നുണ്ട്. അട്ടപ്പാടി കോട്ടത്തറയിലുള്ള ഒരു ഓട്ടിസം ബാധിച്ച കുട്ടികൾ 30ഓളം കുട്ടികൾ താമസിക്കുന്ന ഓട്ടിസം സെൻ്ററിലേക്കാണ് അടുത്ത നമ്മുടെ യാത്ര. അപ്പോൾ ഇത് സമൂഹത്തിൽ ഇത്തരം വ്യത്യസ്തങ്ങളായ കഴിവുകളുള്ള ആളുകളെ, വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളുമായി കഴിയുന്ന ആളുകളെ, ജീവിത സായാഹ്നത്തിൽ മക്കൾ നോക്കാതെ, മക്കൾ അവരെ പരിപാലിക്കാതെ വൃദ്ധസദനത്തിലാക്കപ്പെടുന്ന ആളുകളെ, അത്തരം ആളുകളോടൊക്കെ ദയവുള്ള, അവരെയൊക്കെ സ്നേഹിക്കാൻ പറ്റുന്ന, അവരെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമായി നമ്മുടെ മക്കൾ വളരണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പരിപാടി നേതൃത്വം കൊടുക്കുന്നത്. നമ്മുടെ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന്, അധ്യാപകരുടെ ഭാഗത്തുനിന്ന് എല്ലാം വലിയ പിന്തുണയാണ് ഇതിന് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷം നമ്മുടെ പ്രവർത്തനത്തിൽ ഏകദേശം 17 ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങളും സേവനങ്ങളുമായി ഈ കുട്ടി കൂട്ടായ്മയ്ക്ക് നൽകാൻ കഴിഞ്ഞു എന്നത് ഏറെ അഭിമാനകരമാണ്. ഈ വർഷവും നമ്മൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഈ സാധനങ്ങളുടെ കളക്ഷൻ നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം ജില്ലാ ഹോസ്പിറ്റലിൽ മാത്രം പോകാനാണ് ആലോചിച്ചത്. പക്ഷേ അതിലൊക്കെ എത്രയോ അധികം സാധനങ്ങളാണ് നമുക്ക് ലഭിച്ചത്. ഇനി പള്ളിക്കുറുപ്പിൻ്റെ പരിസര പ്രദേശങ്ങളുടെ ഏകദേശം 50ലധികം കിടപ്പ് രോഗികളുടെ വീടുകളിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അവർക്ക് ഇത്രയും ഈ കിറ്റുമല്ല, വലിയ രീതിയിലുള്ള സാധനങ്ങളും സേവനങ്ങളും നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ചടങ്ങിൽ ആശുപത്രി സൂപ്രണ്ട് മേരി ജ്യോതി വിൽസൺ, കൌൺസിലർ ഇബ്രാഹിം, PM ഫൗസിയ ടീച്ചർ, കെ ബീന മോൾ ടീച്ചർ, പാഥേയത്തിന്റെ സ്റ്റുഡന്റ് കൺവീനർ ആർദ്ര എന്നിവർ സംസാരിച്ചു. പാഥേയം കൺവീനർ വിദ്യ പി, കെ ലിലീപ് കുമാർ എന്നീ അധ്യാപകർ, MPTA പ്രസിഡന്റ് ജസീറ, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ രവീന്ദ്രൻ, സ്കൂളിലെ വിദ്യാർത്ഥികൾ തുടങ്ങിയവരും പങ്കെടുത്തു.